ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭാഗവതത്തിലെ ഭഗവാന്റെ തിരുവവതാരം കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ പറഞ്ഞു. ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഭഗവാന്റെ ജാതകർമ്മം, കുഞ്ഞു കണ്ണൻ്റെ ജാതകർമ്മം കേട്ടു പ്രാർത്ഥിച്ചാൽ പിന്നെ മറ്റെന്താണ് നമുക്ക് വേണ്ടത്? അത്രത്തോളം പുണ്യമാണ് ഭഗവാന്റെ ജാതകർമ്മം കേട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം. അതുകൊണ്ട് എല്ലാവരും തന്നെ ആ ഭാഗം കേട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം, രാജവിദ്യ രാജഗുഹ്യ യോഗയിലെ 29ാമത്തെ ശ്ലോകം. സമോ അഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോ അസ്തി ന പ്രിയഃ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേഷു ചാപ്യാഹം. ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് നോക്കാം. സമഹ, ദ സെയിം, ഒരുപോലെ. അഹം, ഞാൻ. സർവഭൂതേഷു, എല്ലാ ജീവികളിലും. ന, ഇല്ല. മേ, എനിക്ക്. ദേഷ്യോ, ശത്രുത. അസ്തി, നിലനിൽക്കുക. ന, ഇല്ല. പ്രിയഃ, പ്രിയൻ. യേ, ആര്. ഭജന്തി, ഭജിക്കുക. തു, എന്നാൽ. മാം, എന്നെ. ഭക്ത്യാ, ഭക്തി. മയി, എന്നിൽ. തേ, അവർ. തേഷു, അവരിൽ. ച, കൂടെ. അപി, കൂടാതെ. അഹം, ഞാൻ. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ഇനി വാക്യാർത്ഥം നോക്കാം. ഞാൻ എല്ലാ ജീവികളിലും സമദൃഷ്ടിയാണ്. ഞാനെന്നുദ്ദേശിക്കുന്നത് ഭഗവാൻ. ഭഗവാൻ എല്ലാ ജീവികളിലും സമദൃഷ്ടിയാണ്. എനിക്ക് ശത്രുവുമില്ല, പ്രിയനുമില്ല. എന്നാൽ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലും സ്ഥിതി ചെയ്യുന്നു. എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? പരമാത്മാവായ ഞാൻ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും തുല്യമായി സ്ഥിതി ചെയ്യുന്നു. എനിക്ക് വിശേഷിച്ച് ആരോടും ദേഷ്യമില്ല. വിശേഷിച്ച് എനിക്ക് പ്രിയപ്പെട്ടവരായി ആരും തന്നെയില്ല. എങ്കിലും ആരൊക്കെയാണോ എന്നെ പരമപ്രേമത്തോടെ ആരാധിക്കുന്നത് അവർ എന്നിലെത്തിച്ചേരുന്നു. ഞാൻ അവരിൽ തെളിഞ്ഞു വിളങ്ങുന്നു. ഭഗവാൻ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത്? ഈശ്വരൻ സർവത്ര തുല്യ രൂപത്തിലാണ് എല്ലായിടത്തും നിറഞ്ഞു വിളങ്ങുന്നത്. ഒരിടത്തും ആ പരമാത്മാവിൻ്റെ നിലയ്ക്ക് അല്പം പോലും കൂടുതലോ കുറവോ ഇല്ല. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഭഗവാൻ പറയുകയാണ്, എങ്കിലും എന്നെ ആരാണോ ഭക്തിയോടുകൂടി പരമപ്രേമത്തോടുകൂടി ഭജിക്കുന്നത് അവരോടെനിക്കല്പം കൂടുതൽ കാരുണ്യമുണ്ട്. അതാണ് ഭഗവാൻ പറയുന്നത്, എൻ്റെ ഭക്തരോട് എനിക്ക് അളവറ്റ സ്നേഹമാണ് എന്ന്. അതുകൊണ്ടാണല്ലോ എനിക്ക് മിത്രവുമില്ല ശത്രുവുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ വിധം ഭഗവാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ 2 വരിയിൽ പറഞ്ഞു നിർത്തിയാൽ മതിയായിരുന്നു. അതിന് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. മഹാഭാരത യുദ്ധം തീരുമാനിച്ചു. യുദ്ധത്തിന്
സഹായം ചോദിക്കുവാനായിട്ട് അർജുനനും ദുര്യോധനനും ഭഗവാന്റെ അടുക്കലേക്ക് വരാനായിട്ട് തീരുമാനിക്കുന്നു. രണ്ടുപേരും ഒരു ദിവസമാണ് വരാൻ തീരുമാനിക്കുന്നത്, ഏതാണ്ട് ഒരേ സമയത്തും. ത്രികാലജ്ഞാനിയായ ഭഗവാൻ ഇതറിയുന്നു. എന്തു ചെയ്യും? ഭഗവാൻ ആകെ വിഷമിച്ചു. പെട്ടെന്ന് തന്നെ ഭഗവാന് ഒരു ഉപായം തോന്നി. ഭഗവാൻ എന്തു ചെയ്തു? രുക്മിണീദേവിയോട് പറഞ്ഞു, ഇപ്പോൾ അർജുനൻ വരും, ദുര്യോധനനും വരും, രണ്ടുപേരോടും പറയൂ, ഞാൻ വിശ്രമിക്കുകയാണ്, കുറച്ചു നേരം ഇവിടെ എന്നെ കാത്തിരിക്കൂ എന്ന് പറയൂ. ആദ്യം ദുര്യോധനനായിരിക്കും വരുന്നത്, രണ്ടാമതായിരിക്കും അർജുനൻ വരുന്നത്. അർജുനൻ വന്നു കഴിയുമ്പം ഞാൻ എഴുന്നേറ്റോളാം, ഈ വിധം പറയണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു കള്ള ഉറക്കം അങ്ങ് നടിച്ചു. ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ രുക്മിണീദേവി പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ആദ്യം ദുര്യോധനൻ വരുന്നു. ദുര്യോധനനോട് രുക്മിണീദേവി പറഞ്ഞു, ഭഗവാൻ ഉറങ്ങുകയാണ്, അല്പനേരം കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ ആവശ്യമല്ലേ, ദുര്യോധനൻ്റെ ആവശ്യമല്ലേ, കുറച്ചു നേരം കാത്തിരുന്നാലും പ്രശ്നമില്ല, കാരണം യുദ്ധത്തിന് സഹായം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്, ആവശ്യക്കാരനാണല്ലോ, അല്പസമയം കാത്തിരുന്നാലും ദോഷമില്ല. അങ്ങനെ ദുര്യോധനൻ അല്പസമയം കാത്തിരിക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ദുര്യോധനൻ ഒരു കസേരയൊക്കെ വലിച്ചു നീക്കിയിട്ട് ഭഗവാന്റെ ശിരസിൻ്റെ ഭാഗത്തായിട്ട്, ശിരസിൻ്റെ പുറകിലായിട്ട് ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുനനും വന്നു. അർജുനനോടും രുക്മിണീദേവി ഇത് തന്നെ പറഞ്ഞു. അർജുനൻ എന്തു ചെയ്തു? ഭഗവാന്റെ തൃപ്പാദങ്ങൾക്കരികിൽ തൊഴുകൈയോടെ നിന്നു. ഇത് രണ്ടും ഭഗവാൻ അറിയുന്നുണ്ട്. അർജുനനും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭഗവാൻ പെട്ടെന്ന് കണ്ണൊക്കെ തിരുമ്മി എഴുന്നേക്കുന്നു. എഴുന്നേക്കുമ്പം നമ്മൾ ആദ്യം കാണുന്നത് ആരെയാണ്? നമ്മുടെ കാൽപാദത്തിൽ നിൽക്കുന്ന, ആ ഭാഗത്ത് നിൽക്കുന്ന ആളെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അങ്ങനെ ഭഗവാൻ ആദ്യം കണ്ണു തുറന്നു നോക്കുന്നത് ആരെയാണ്? അർജുനനെ. അർജുനൻ തൊഴുകൈയോടെ തൻ്റെ പാദത്തിനരികിൽ നിൽക്കുന്നു. ഉടനെ ഭഗവാൻ ചോദിക്കുകയാണ്, ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ, ആഹാ അർജുന, ഞാൻ അല്പനേരം ഉറങ്ങുകയായിരുന്നു, ഒത്തിരി നേരമായോ വന്നിട്ട്, എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അർജുനൻ കണ്ണുകൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു, പുറകോട്ട് കൈ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ്? ഭഗവാന്റെ പുറകിലായിട്ട് ഒരാൾ ഇരിക്കുന്നു. ഉടനെ ഭഗവാൻ ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ, എന്താ അർജുന ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്തു പറ്റി എന്നും പറഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം ദേ അവിടെ ഇരിക്കുന്നു ദുര്യോധനൻ. ആഹാ, ദുര്യോധനനും വന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്തിനാ രണ്ടുപേരും കൂടെ ഒന്നിച്ചിങ്ങനെ വന്നത്? എന്തെങ്കിലും വിശേഷിച്ച് കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ഭഗവാൻ ചോദിക്കുന്നു. ഉടനെ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി, കൃഷ്ണൻ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് രുക്മിണീദേവി പറഞ്ഞു കാത്തിരിക്കാൻ, ഞാൻ അതുകൊണ്ട് ഇവിടെ കാത്തിരുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് അർജുനൻ വന്നത്, ഞാനാണ് ആദ്യം വന്നത് എന്നിങ്ങനെ ദുര്യോധനൻ പറയുന്നു. ആഹാ, ദുര്യോധനനാണോ ആദ്യം വന്നത്? എന്നിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞത്? ഇങ്ങനെയൊക്കെ ഭഗവാൻ ചോദിക്കുകയാണ്. ഒന്നും അറിയാൻ മേല ഭഗവാന്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, യുദ്ധമല്ലേ വരുന്നത്, സഹായം ചോദിക്കാനാണ് വന്നത്, ആണോ എന്ന് ഭഗവാൻ ചോദിക്കുന്നു. ഉടനെ അർജുനനോട് ചോദിക്കുന്നു, അർജുനൻ എന്തിനാ വന്നത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാനും സഹായം ചോദിക്കാനാണ് വന്നത്. അപ്പോഴേക്കും ഭഗവാൻ ആകെ വിഷമിച്ചു. എന്താ ചെയ്യുക? രണ്ടുപേരും ഒരു കാര്യത്തിന് ഒരേ സമയം വന്നിരിക്കുന്നു, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദുര്യോധനൻ പറയുകയാണ്, ഞാനാണ് ആദ്യം വന്നത്, അതുകൊണ്ട് എനിക്ക് സഹായം കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തായാലും രണ്ടുപേരും ഒരേ സമയം വന്ന് ചോദിച്ചു, രണ്ടുപേരെയും സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യാം, എൻ്റെ സർവ്വ സൈന്യങ്ങളും ഒരാൾക്ക് നൽകാം, ഞാൻ മറ്റൊരാളുടെ കൂടെ പോകാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്,
ഞാൻ ആയുധം യുദ്ധത്തിൽ എടുക്കുകയില്ല. സമ്മതമാണോ? ആർക്കാണ് എന്നെ വേണ്ടത്? ആർക്കാണ് എൻ്റെ സൈന്യത്തെ വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഇതേ എനിക്ക് നിവർത്തിയുള്ളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. ഉടനെ ദുര്യോധനൻ അല്പനേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സൈന്യം മതി. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ആയുധമെടുക്കാത്ത ഈ കൃഷ്ണനെയും കൊണ്ട് പോയിട്ട് എന്തെടുക്കാൻ? അതുകൊണ്ട് സൈന്യം മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി അർജുനൻ പറയുകയാണ്, എനിക്ക് അങ്ങേ മാത്രം മതി. അങ്ങ് ആയുധവും എടുക്കണ്ട, സൈന്യവും വേണ്ട. എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി എന്ന് അർജുനനും പറയുന്നു. അർജുനൻ്റെ ഈ വിധമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഭഗവാന്റെ മുഖത്ത് അതിമനോഹരമായ ഒരു പുഞ്ചിരിയാണ് വിടർന്നത്. ഇവിടെ തൻ്റെ ഭക്തനോട് ഭഗവാൻ കാണിച്ച പ്രത്യേക വാത്സല്യം നോക്കുക. ഭഗവാൻ ആദ്യം ആരെയാണ് കണ്ടത്? അർജുനനെ. ഭഗവാൻ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ഭഗവാൻ ആദ്യം ആരെ കാണും? ദുര്യോധനനെ. അത് ഭഗവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല. തൻ്റെ ഭക്തനെ ആദ്യം കാണണമെന്നും തൻ്റെ ഭക്തന് എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണമെന്നും ഭഗവാൻ ആഗ്രഹിച്ചു. ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ ദുര്യോധനൻ ചിലപ്പോൾ ഭഗവാനെയും സൈന്യത്തെയും കൂടെ കൊണ്ടുപോയേനെ. ചോദിച്ചാൽ ഭഗവാന് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഭക്തവത്സലനാണ്, കരുണാമയനാണ്. വന്നു ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ല. പക്ഷേ തൻ്റെ ഭക്തന് കൊടുക്കണം സർവ്വവിധ വിജയങ്ങളും. അതിനായിട്ടാണ് ഭഗവാൻ ഈ വിധത്തിലുള്ള ഒരു നാടകം ആടിയത്. ഇതുപോലെ ധാരാളം കഥകളുണ്ട്, ധാരാളം കഥകൾ. അപ്പോൾ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാവരോടും എനിക്ക് തുല്യ മമത തന്നെയാണ്. പക്ഷേ എൻ്റെ ഭക്തരോട് എനിക്ക് അല്പം കൂടുതൽ മമതയുണ്ട്. എൻ്റെ ഭക്തരെ സേവിക്കുന്നവരോടോ അതിനേക്കാൾ കൂടുതൽ മമതയാണ് എനിക്കുള്ളത്. ഇതാണ് ഭഗവാൻ ഈ വാക്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സർവത്ര തുല്യരൂപനാണെങ്കിലും ഭഗവാനിൽ ആർക്കാണോ പരമപ്രേമമുള്ളത് അയാൾക്കു മാത്രമേ ആ സർവേശ്വരങ്കൽ എത്തിച്ചേരുവാനും അവിടെ അഭയം കണ്ടെത്തുവാനും പറ്റുകയുള്ളൂ. വെള്ളം ധാരാളം ഉണ്ടാകാം നമ്മുടെ വീട്ടിൽ. പക്ഷേ ആ വെള്ളമെടുത്ത് കുടിച്ചാൽ മാത്രമേ നമുക്ക് ദാഹം തീരുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ കാരുണ്യവും. ഭഗവാന്റെ കാരുണ്യം നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ സ്നേഹിക്കണം. ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാൻ മാത്രം മതി എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിച്ച് നിരന്തരം ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അതല്ലാതെ ദുഃഖം വരുമ്പോൾ എനിക്കിനി ഭഗവാനെ വേണ്ട, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചു, എന്നിട്ടും ഈ ദുരിതം മാത്രമാണ് എനിക്ക് നൽകുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി വിളക്കും കത്തിക്കുന്നില്ല, അമ്പലത്തിലും വരുന്നില്ല, അങ്ങനെ പറയുന്നവനല്ല ഭക്തിയുള്ളത്. ഒന്നും ആഗ്രഹിക്കാതെ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആരാണോ ഭഗവാനെ സ്നേഹിക്കുന്നത് അവനിൽ ഭഗവാൻ തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി എപ്പോഴാണ് നമ്മൾ ഭഗവാനെ സ്നേഹിക്കാൻ തുടങ്ങേണ്ടത്? നമുക്ക് സംശയമാണ്, ആർക്കാണ് ഭഗവാനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത്? ഞാൻ ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു, ഒരുപാട് പേരെ വേദനിപ്പിച്ചു, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഒരു പാപിയാണ് ഞാൻ. ഇത്രയും പാപിയായ എനിക്ക് ഭഗവാനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരോട് ഭഗവാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് എന്നെ സ്നേഹിക്കേണ്ടത്? ആരൊക്കെ എന്നെ സ്നേഹിക്കണം? അങ്ങനെ സ്നേഹിച്ചാൽ എന്താണ് ഫലം?
എന്നെ സ്നേഹിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ അടുത്ത വരികളിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് പഠിക്കാം. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഭഗവത്ഗീത ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? ഇങ്ങനെ ഓരോ വാക്കുകളുടെയും അർത്ഥം ഞാൻ പറയുന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോകും. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അർത്ഥമുള്ള ബുക്ക് കാണും. പക്ഷെ ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു തരുന്നതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഭഗവാന്റെ കഥകൾ കേൾക്കണം. ഭഗവാന്റെ തിരുവവതാരം 2 ദിവസമായി ഇട്ടു. അതുപോലെ തന്നെ ഭഗവാന്റെ ജാതകർമ്മം അത് ഇന്നിട്ടിട്ടുണ്ട്. നാളെ പൂതനാമോക്ഷമാണ് പറയുന്നത്. എല്ലാവരും അത് കേൾക്കണം. ഭഗവാൻ അനുഗ്രഹിക്കുവാണെങ്കിലേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഭഗവാൻ വിചാരിച്ചാലേ നിങ്ങൾക്കത് കേൾക്കാനും സാധിക്കുകയുള്ളൂ. എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക. ഇതൊക്കെ ഭക്തിയുടെ ആദ്യ തലങ്ങളാണ്. ഭഗവാനെ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നത്. ഈ വിധത്തിലൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാന്റെ ആ തിരുരൂപം ഉറച്ചുറച്ചു വരുന്നത്. ഇപ്പോൾ ഭഗവാന്റെ തിരു അവതാരം നമ്മൾ കഥകൾ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. അതുപോലെ തന്നെ കൊച്ചു കണ്ണൻ അമ്പാടിയിൽ ഓടി നടക്കുന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരും ഭഗവാൻ. അങ്ങനെ സ്നേഹിച്ച് 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 മാത്രമേ ഒരു ഭക്തി എന്ന തലത്തിലേക്കൊക്കെ നമുക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കാനുള്ള ആദ്യ പടി ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നുള്ളതാണ്. ഭാഗവതമൊക്കെ കേട്ട് പഠിക്കുക. ഭഗവത്ഗീത കുറേശ്ശെയൊക്കെ പഠിക്കുക. ഏകാദശി വ്രതങ്ങളൊക്കെ കൃത്യമായി എടുക്കുക. നാമം ജപിക്കുക. കലിയുഗത്തിൽ കഥകൾ കേൾക്കുന്നതും നാമം ജപിക്കുന്നതും വളരെ പ്രാധാന്യമുള്ളതാണ്. അതുമാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കലിയുഗത്തിൽ നാമജപത്തിനും കഥകൾ കേൾക്കുന്നതും ഒക്കെ ഒരുപാട് ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഭഗവാനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങേണ്ടത്. എല്ലാവരും എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഭഗവാനെ സ്നേഹിക്കാം, ആരൊക്കെയാണ് സ്നേഹിക്കേണ്ടത്, ഇതൊക്കെ ഭഗവാൻ പ്രത്യേകമായി പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയുള്ളവർക്ക് സ്നേഹിക്കാം, സ്നേഹിച്ചാൽ എന്താണ് ഫലം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ഇതൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.